എല്ലാ പേർക്കും റെസിപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബിരിയാണിക്കൊപ്പം വിളമ്പുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 30 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു എടുത്ത് കളയണം. ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഇങ്ങനെ വലിയ പീസായിട്ട് വേണം ഇട്ടിരിക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിഞ്ഞ ഇഞ്ചിയാണ്. അത് കൊത്തി എരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ കനം കുറച്ച് ഈ ഒരു നീളത്തിന് വേണം അരിഞ്ഞെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൊത്തി എരിയേണ്ട, ഇതേപോലെ കനം കുറച്ച് നീളത്തിന് വേണം അരിഞ്ഞെടുക്കേണ്ടത്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 12 എണ്ണം എടുക്കണം. പിന്നെ വേണ്ടത് കറിവേപ്പില, കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളക് ഇതേപോലെ റൗണ്ടിന് അരിഞ്ഞത്. അതിനുശേഷം ഞാനിവിടെ 3 വറ്റൽ മുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോൺ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു നല്ല ബ്രൗൺ കളർ ആകുന്നതിന് തൊട്ട് മുൻപുള്ള ആ ഒരു പരുവം, ഈ കാണിക്കുന്ന ഈ ഒരു പരുവം എത്തുന്ന ആ ഒരു സമയത്ത് നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. ഫ്ലെയിമിൽ നിന്ന് മാറ്റിയ ശേഷം വേണം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായം പൗഡർ, 1 നുള്ള് ഉലുവ, ഉലുവയുടെ പൊടിയാണ് ചേർക്കുന്നത്, 1 നുള്ള് ഉലുവാപ്പൊടി, ഇത്രയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച ശേഷം ഈ മസാലകൾ ഒന്ന് മൂപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് സമയം സ്റ്റൗവിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം വെക്കേണ്ടത്, ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മിനിറ്റ് സമയം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ സുർക്ക എന്നും പറയാറുണ്ട്. അത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇതിനകത്തേക്ക് ചേർക്കാം. ഈന്തപ്പഴം ചേർത്ത ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് സമയം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധിക സമയം വെക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് സമയം വേണം ഇത് അടുപ്പിൽ വെക്കേണ്ടത്. അതിനുശേഷം നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാൻ അനുവദിക്കാം. തണുത്തതിന് ശേഷം ഇത് ഗ്ലാസ് ബോട്ടിൽസിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാം. വളരെ നാളത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ പറയുന്നു, ഇനി മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.